നൈമിഷാരണ്യം എന്ന പുണ്യഭൂമിയുടെ മാഹാത്മ്യത്തെയാണ് ഭാഗവതം ആദ്യത്തെ അധ്യായത്തിൽ വ്യാസമഹർഷി ചൂണ്ടിക്കാണിക്കുന്നത്. കലിയുഗാരംഭത്തിൽ ശൗനകാദി യോഗീശ്വരന്മാര്, ഋഷീശ്വരന്മാര് ബ്രഹ്മാവിനെ ചെന്ന് കാണുന്നു. ഭഗവാനെ സേവിക്കാൻ, സ്വസ്ഥമായി ഭഗവാനെ ഭജിക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയാണ് എന്ന് ബ്രഹ്മാവിനോട് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് അവർക്ക് ഒരു ചക്രം നൽകി എന്നാണ് കഥ. ഈ ചക്രം ഉരുട്ടി നടന്നോളൂ. എവിടെ വച്ചിട്ടാണോ ഈ ചക്രം പൊടിഞ്ഞു വീഴണത് അവിടെ വച്ച് നിങ്ങൾക്ക് ഭഗവാനെ സേവിക്കാം. അങ്ങനെ ബ്രഹ്മാവ് നൽകിയതായ ആ ചക്രവും ഉരുട്ടിക്കൊണ്ട് ശൗനകാദികൾ സഞ്ചരിച്ചു എന്നും അതിസുന്ദരമായ ഒരു ഭൂപ്രദേശത്തിലേക്ക്, ഒരു വനത്തിലേക്ക് പ്രവേശിച്ചതും ആ ചക്രം അവിടെ പൊടിഞ്ഞു എന്നുമാണ് വർണ്ണിക്കുന്നത്. നേമി ശീർണമായി തീർന്ന ആ അരണ്യമാണ്, ചക്രം പൊടിഞ്ഞു വീണ ആ കാടാണ് പിന്നീട് നൈമിഷാരണ്യം എന്ന പുണ്യക്ഷേത്രമായിട്ട് മാറുന്നത്. അപ്പോൾ ശൗനകാദി യോഗീശ്വരന്മാര് ബ്രഹ്മാവിൽ നിന്ന് വാങ്ങിയതായ ചക്രം നൈമിഷാരണ്യത്തിലെത്തിയപ്പോഴാണ് പൊടിഞ്ഞത് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ കഥ കേട്ടിട്ട് എന്താ കാര്യം? ഇതാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. കുറേ സന്യാസിമാര് ബ്രഹ്മാവിനോടൊരു ചക്രം വാങ്ങി ഉരുട്ടിയ കഥ ഈ 2025 ധാരാളം ചക്രങ്ങളുള്ള വാഹനങ്ങൾ ഓടുന്ന അല്ലെങ്കിൽ ഓടിക്കുന്ന നമ്മളോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നാണെങ്കിൽ, ഭാഗവതം പറയുന്നു നമ്മളും ഇതുപോലെ ബ്രഹ്മാവിൽ നിന്നൊരു ചക്രം വാങ്ങിയിട്ടുണ്ടത്രേ. വിധാതാവായ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനോട് നമ്മളും ഒരു ചക്രം വാങ്ങിയിട്ടുണ്ട്. ഏതാ ചക്രം? പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. പ്രാരബ്ധമാകുന്ന ചക്രം. ജനിക്കുക, പലതരത്തിലുള്ളതായ കർമ്മങ്ങൾ ചെയ്യുക, ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് വീണ്ടും ജനിക്കുക, കർമ്മഫലം അനുഭവിക്കുക. എന്നാ പിന്നെ പുതിയത് ചെയ്യാണ്ടിരിക്കണ്ടേ? അല്ലെങ്കിൽ ഇനി ചെയ്യുമ്പോൾ നല്ലത് ചെയ്യണ്ടേ? അത് ചെയ്യണില്ല. വീണ്ടും പ്രാരബ്ധം ചെയ്യുക, അതിൻ്റെ കർമ്മഫലം അനുഭവിക്കാൻ വരിക. ഇങ്ങനെ ജനനമരണാദികൾ മാറി 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 വട്ടം ചുറ്റുന്നതായ ഈ പ്രാരബ്ധ ചക്രം, ഈ സംസാര ചക്രം, ഈ സംസാര ചക്രവും ഉരുട്ടി ഉരുട്ടി നമ്മുടെ യാത്ര എത്രയോ കാലമായി. 80-84 ലക്ഷം യോനികളിൽ ഈച്ച പൂച്ച പാറ്റ പന്നിയായി മാറി മാറി ജനിച്ചിട്ടാണത്രേ അതിശ്രേഷ്ഠമായ ഈ ഒരു മനുഷ്യജന്മത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പോൾ ഇത്രയും കാലത്തെ ആ ഒരു അനുഭവം വെച്ച് ഈച്ചയെ പോലെ ആയിട്ടാണോ സുഖം, പൂച്ചയെ പോലെ ആയിട്ടാണോ സുഖം, നായയെ പോലെ ആയിട്ടാണോ സുഖം എന്നൊക്കെ ചിന്തിച്ച് അല്ല, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ മനുഷ്യജന്മം തന്നെയാണ് ശ്രേഷ്ഠം എന്ന് നമുക്ക് തോന്നണമെങ്കിൽ ഈ മനുഷ്യജന്മത്തെ വേണ്ടതുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ സംസാര ചക്രം പൊട്ടിഞ്ഞ നൈമിഷാരണ്യം, പ്രാരബ്ധ ചക്രം പൊടിഞ്ഞ നൈമിഷാരണ്യം, ആ നൈമിഷാരണ്യത്തിൽ ശൗനകാദി യോഗീശ്വരന്മാര് വലിയ ഒരു സത്രം, ഒരു യാഗം ആരംഭിച്ചു. ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാവാൻ, ലോകം മുഴുവൻ ശാന്തി ഉണ്ടാകാനായിട്ട്, ലോക സമസ്താ സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചതായ ആ സത്രവേദിയിലേക്ക് ഉഗ്രശ്രവസ് എന്ന ഭാഗവതാചാര്യൻ പ്രവേശിക്കുന്നു. സർവ വേദ ഇതിഹാസ പുരാണങ്ങളുടെയും ആചാര്യനായിരിക്കുന്ന ആ ഉഗ്രശ്രവസിനെ വേണ്ട വിധം സ്വീകരിച്ചിരുത്തി ശൗനകാദി യോഗീശ്വരന്മാര് വീണ് നമസ്കരിച്ചു. എന്നിട്ട് ഉഗ്രശ്രവസനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പുംസാം ഏകാം തതശ്രേയ തന്നശംസിതുമർഹസി.
ഗുരുനാഥ, ഈ മനുഷ്യജന്മത്തിൽ ഏകാന്തത ശ്രേയ, നിത്യമായ ആനന്ദം എവിടെ നിന്നാണ് കിട്ടുക? അപ്പോൾ ശൗനകാദി യോഗീശ്വരന്മാര്, ഋഷീശ്വരന്മാര് നിത്യമായ ആനന്ദം ഈ ലോകത്ത് എവിടെ കിട്ടും എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം: ലൗകികമായ സുഖങ്ങളൊന്നും നിത്യം അല്ല എന്നുറപ്പിക്കാം. അതായത് എപ്പോഴും സുഖം തരുന്ന എന്താ ഈ ലോകത്തുള്ളത്? അല്ലേ? സിനിമ കാണുന്നത് സുഖാണ്, എത്ര തവണ? 1 2 തവണ. TV കാണുന്നത് സുഖാണ്, കുറച്ച് സമയം. പാട്ട് കേൾക്കുന്നത് സുഖാണ്, കുറച്ച് സമയം. ഭക്ഷണം കഴിക്കുന്നത് സുഖാണ്, കഴിച്ചു തുടങ്ങുമ്പോൾ. ഇതൊക്കെ ക്രമേണ നമുക്ക് മടുപ്പ് തരുമ്പോൾ എത്ര കേട്ടാലും എത്ര കണ്ടാലും എത്ര പാടിയാലും മതിവരാത്തതായിട്ട് എന്താ ഈ ലോകത്തുള്ളത്? അതന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ആയുസ്, അതന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ളതായ ആരോഗ്യം, വിശേഷ ബുദ്ധി, ഇതൊന്നും കലിയുഗത്തിലുള്ള ആൾക്കാർക്കില്ല. കാരണം കലിയുഗത്തെക്കുറിച്ച് പറയണത് എന്താ? പ്രായേണ അല്പായുഷ. കലിയുഗത്തിലുള്ള ആൾക്കാര് ആയുസ് കുറഞ്ഞു വരുന്നവരായിരിക്കുന്ന. പണ്ടുള്ള ആൾക്കാരുടെ ആയുസ്സൊന്നും അടുത്ത തലമുറയ്ക്ക് ഉണ്ടാവില്ല. ഇനി മുൻപുള്ള ആൾക്കാരുടെ ആയുസ്സൊന്നും നമുക്ക് കിട്ടാൻ പോണില്ല. ഇനി നമ്മുടെ ആയുസ് വരുന്ന തലമുറയ്ക്ക് ഉണ്ടാവില്ല. ഇങ്ങനെ ഓരോ തലമുറ കഴിയും തോറും ആയുസ് കുറഞ്ഞു വരും. അപ്പോഴാണ് വേറൊരു ചോദ്യം: ആയുസ് കുറെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അതില്ല. മന്ദാഹ, മന്ദന്മാരായിട്ടുള്ള ആൾക്കാർക്ക്, മന്ദമതികളായിരിക്കുന്ന ആൾക്കാർക്ക് ആയുസ് കിട്ടിയിട്ടും കാര്യമില്ല. അല്ലേ? മന്ദമതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളരെ വൈകിയിട്ട് ബുദ്ധി വരുന്ന ആൾക്കാര്. അല്ലേ? ആയുസ് കുറെ ഉണ്ടായിട്ട് കാര്യമില്ല. ബുദ്ധി കൃത്യസമയത്ത് തോന്നേണ്ട സമയത്ത് തോന്നണ്ടേ? അപ്പൊ തോന്നില്ല കലിയുഗത്തിലുള്ള ആൾക്കാർക്ക്. ശരിക്കും ഭാഗവതം കേൾക്കേണ്ടത് എപ്പോഴാ? ശരിക്കും ഭാഗവതം കേൾക്കേണ്ടത് കൗമാര ആചരേൽ പ്രാജ്ഞ, 10 വയസ്സിനുള്ളിലുള്ള സമയത്ത് വേണം. കുട്ടികൾ വേണം എന്ത് കേൾക്കാൻ? ഭാഗവതം കേൾക്കാൻ. എന്നിട്ടിപ്പോ എത്ര കുട്ടികളുണ്ട് ഇവിടെ? കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് ഭാഗവത സപ്താഹത്തിന്. നാരായണൻ കുട്ടിയും ശങ്കരൻ കുട്ടിയും ഒക്കെ ഉണ്ടാവുന്നല്ലാണ്ട്, കല്യാണിക്കുട്ടിയും ഉണ്ടാവുന്നല്ലാണ്ട് ഈ പറഞ്ഞ കുട്ടികളൊന്നും ഭാഗവതത്തിന് മുമ്പിൽ കാണാറില്ല. കാരണം എന്താ? അവർ പലതും കാണാൻ പോവും, പലതും കേൾക്കാൻ പോവും. ഒടുക്കം ഇനി ഭാഗവതം കേൾക്കലാണ് സുഖം എന്ന് തോന്നുന്നപ്പോഴാ? ഇനി ഭാഗവതം വായിക്കാം എന്ന് തോന്നുന്നപ്പോഴാ? ഇനി ഭാഗവതം കേൾക്കാം എന്ന് തോന്നുന്നപ്പോഴാ? ഒന്നിനും കൊള്ളാണ്ടാവുമ്പോ. അപ്പോ കേൾക്കേണ്ട സമയത്ത്, തോന്നേണ്ട സമയത്ത് നല്ല ബുദ്ധി തോന്നുന്ന ആൾക്കാർ കലിയുഗത്തിൽ കുറയും. ഇനി പോട്ടെ, കുറെ വൈകിട്ടാണെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ഭാഗവതത്തിന് മുൻപിൽ എത്തിയാൽ അതിലേക്ക് ശ്രദ്ധിക്കാൻ ഭാഗ്യം വേണ്ടേന്ന്. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ആ ഭഗവത് കഥകളിലേക്ക് ശ്രദ്ധിക്കണമെങ്കിൽ ഭാഗ്യം വേണം. മന്ദഭാഗ്യാഹ. ഭാഗവതം പറയുക മന്ദഭാഗ്യന്മാരായിരിക്കുന്ന. അല്ലേ? ഭാഗവതൊക്കെ കേൾക്കാൻ പോവും, അവിടെ ഇരിക്കും, പക്ഷേ ശ്രദ്ധിക്കുക ഭാഗവതൊന്നും ആവില്ല. ധാരാ പോണത്, ധാരാ വരുന്നത്, ഇയാൾ എന്തിനാ ഇപ്പം പോണത്? അല്ലേ? ഇങ്ങനെ വേറെ പല കാര്യങ്ങളും കാണാൻ, വേറെ പല കാര്യങ്ങളും ചിന്തിക്കാനായിരിക്കും മനസ്സ്, ഇന്ദ്രിയങ്ങൾ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ഈ ലോകത്തില് ഭഗവാന്റെ കഥകളെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നത് വളരെ 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 കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ ഭഗവത് കഥകളെ, ഭഗവാന്റെ മഹിമകളെ ആസ്വദിക്കാനാണ്, ആ ഭഗവാന്റെ കഥകളെ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഹേ ഗുരുനാഥ, സർവവിധത്തിലും എത്ര കേട്ടാലും എത്ര പാടിയാലും മതിവരാത്ത ഭഗവൻ മഹിമകളെ ഞങ്ങൾക്ക് പാടിത്തരണേ എന്ന് പറഞ്ഞപ്പോഴാണ് ശൗനകാദി യോഗീശ്വരന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, നിങ്ങൾക്കൊക്കെ ഭഗവാന്റെ കഥ കേൾക്കണമെന്ന് തോന്നിയല്ലോ, അത് തന്നെ വലിയൊരു ഭാഗ്യം. ജന്മാന്തരേ ഭവേൽ പുണ്യം തദാ ഭാഗവതം ലഭേൽ. ജന്മാന്തരത്തിൽ
ചെയ്തതായ സുകൃതം കൊണ്ട് മാത്രമേ ഒരാൾക്ക് ഭാഗവതത്തിന് മുൻപിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. ഭാഗവതം അത് എളുപ്പമുള്ള കാര്യമല്ല. ഭാഗവതം കേൾക്കുക എളുപ്പമായിട്ടുള്ള കാര്യമല്ല അല്ലേ? എത്രയോ ആൾക്കാര് ഭഗവാന്റെ ഭാഗവതം ഒന്ന് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. എത്ര കൊല്ലായി? 35 കൊല്ലായി ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്. എളുപ്പമുള്ള കാര്യമല്ല. എവിടെ ഒരു സ്ഥലത്ത് സപ്താഹ യജ്ഞത്തിന്റെ അവസാനത്തെ ദിവസം അല്ലേ, സപ്താഹത്തിന്റെ അവസാനത്തെ ദിവസം ഒരു അധ്യായം ഉണ്ട്, ഭാഗവത സംഗ്രഹം എന്ന് പറഞ്ഞിട്ട്. ആ ഒരു അധ്യായം കേട്ടാൽ ഭാഗവതം മുഴുവൻ കേട്ട ഫലാണ് എന്നൊക്കെ ആൾക്കാർ പറയണത് കേട്ടിട്ട് ചില ആൾക്കാർ വിചാരിക്കാറുണ്ട്, എന്നാ പിന്നെ അത് കേട്ടാൽ മതിയല്ലോ, എല്ലാ ഫലവും കൂടി കൊണ്ടുപോവാലോ എന്ന് വിചാരിച്ച് അവസാനത്തെ ദിവസം ഒരമ്മ വന്നിരുന്നു. ആ അമ്മ സപ്താഹം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അടുത്ത കൊല്ലം എന്തായാലും മുഴുവൻ ഇരിക്കണം എന്നാ എനിക്ക് മോഹം. അടുത്ത കൊല്ലം എന്തായാലും മുഴുവൻ ഭാഗവതം കേൾക്കാൻ ഞാൻ 1-ാം ദിവസം മുതൽ ഇരിക്കും. അടുത്ത കൊല്ലവും വന്നില്ല, അവസാനത്തെ ദിവസമേ വന്നിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞു, അടുത്ത കൊല്ലം ഞാൻ റിട്ടയർഡ് ആവും, പിന്നെ എനിക്ക് പണിയൊന്നുമില്ലല്ലോ, ഉറപ്പായിട്ടും മുഴുവൻ കേൾക്കും. ഇതിപ്പോ പറയാൻ തുടങ്ങിയിട്ട് തന്നെ 8 കൊല്ലം മറ്റോ ആയി, ഇതുവരെ മുഴുവൻ ഇരുന്നിട്ടില്ല. അപ്പോ ഭഗവത് കഥകള് ഭാഗവതത്തിന് മുൻപിൽ വന്നിരിക്കല് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് നമ്മുടെ ഉള്ളിലുള്ളതായ കർമ്മവാസനയും നമ്മുടെ ഉള്ളിലുള്ളതായ ആ സുകൃതവും പുണ്യവും പരിപാകമാകുമ്പോഴാണ്, ദൈവാധീനം കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ കഥകളിലേക്ക്, ഭാഗവതത്തിലേക്ക് ഒരു ശ്രദ്ധയുണ്ടാവുക. അല്ലാത്തവർ ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലാത്തവർക്ക് ചിലപ്പോൾ ഭാഗവതം അല്ലേ കേട്ടുകഴിഞ്ഞാൽ, ഒരാളവിടെ ഇരുന്നിട്ട് എന്തോ പറയുന്നു, കുറെ ആൾക്കാർ ഒരു പണിയില്ലാണ്ട് മുമ്പിൽ വന്ന് ഇത് കേൾക്കണു, ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചിന്തിച്ചു പോകാൻ അവർക്ക് തോന്നും. അപ്പോ സർവവിധത്തിലും ശൗനകാദികളുടെ മുമ്പില് നിങ്ങൾക്കൊക്കെ ഭഗവാന്റെ കഥകളിലേക്ക് ശ്രദ്ധയുണ്ടായല്ലോ എന്ന് സന്തോഷിച്ചുകൊണ്ട് തൻ്റെ ഗുരുനാഥനായ ശുഖബ്രഹ്മഋഷിയെ നമസ്കരിച്ചുകൊണ്ട് ആ ഭഗവത് കഥകളുടെ മാഹാത്മ്യം, വാസുദേവ പരാഗതി, വാസുദേവ പാദത്തിലേക്ക് ഗതി അതുമാത്രമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഭഗവാന്റെ കഥകളെ ഞാൻ നിങ്ങൾക്ക് പാടിത്തരാം. പണ്ട് പരീക്ഷിത്ത് എന്ന ഒരു രാജാവിന് ഗംഗാതീരത്തിരുന്ന് ശുഖബ്രഹ്മഋഷി ഉപദേശിച്ചു കൊടുത്ത അതേ ശ്രീമദ് ഭാഗവതം അവിടെ ഇരുന്ന് കേട്ട ഞാൻ അതുപ്രകാരം തന്നെ നിങ്ങൾക്ക് ആ ഭാഗവത കഥകളെ പാടിത്തരാം എന്ന് ശൗനകാദികളോട് സൂതൻ പറഞ്ഞപ്പോഴാണ് കഥ കേൾക്കുന്നതായ ശൗനകാദി യോഗീശ്വരന്മാർക്കൊരു സംശയം. അല്ല, ഈ ഭാഗവതം എങ്ങനെയാ ശ്രീശുകന് കിട്ടിയത്? ഭാഗവതം എന്തിനാ എഴുതിയത്? എപ്പോഴാ എഴുതിയത്? ആര് പറഞ്ഞിട്ടാ എഴുതിയത്? എന്നൊക്കെയുള്ളതായ സംശയം വന്നപ്പോ പിന്നീട് ഭാഗവത ഉൽപ്പത്തിയെയാണ് വർണ്ണിച്ചത്. ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിലായിട്ട് പരാശരന്റെയും സത്യവതിയുടെയും പുത്രനായി ഭഗവാൻ വ്യാസൻ എന്ന പേരിൽ അവതരിച്ചു. എന്തിനായിരിക്കും ഭഗവാന്റെ അവതാരം? യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി, ധർമ്മത്തിന് കുറവ് വരുമ്പോൾ ആ ധർമ്മമാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്, നിലനിർത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ധർമ്മത്തെ ഉദ്ധരിക്കാനാണ് ഭഗവാന്റെ അവതാരങ്ങൾ. അത്തരത്തിൽ വ്യാസനായിട്ട് ഭഗവാൻ അവതരിച്ചു. വ്യാസൻ എന്ത് ചെയ്തു? വേദത്തെ 4ആയി വിന്യസിച്ച് ഋഗ്യജു സാമ അഥർവങ്ങളാകുന്ന വേദ ശാഖകൾ ഉണ്ടാക്കി. തൻ്റെ ശിഷ്യന്മാരിൽ കൂടിയിട്ട് ലോകം മുഴുവൻ വേദങ്ങളെ പ്രചരിപ്പിച്ചു. വേദം എന്ന് വെച്ചാൽ അറിവ് എന്നർത്ഥം. എന്തിനെ കുറിച്ചിട്ടുള്ള അറിവ്? രാവിലെ പറഞ്ഞ ഈ പ്രപഞ്ചത്തിൻ്റെ ജന്മാദികൾക്ക് മുഴുവൻ ഹേതുവായിരിക്കുന്ന പരമസത്യത്തെ കുറിച്ചിട്ടുള്ള അറിവ്. അത്തരത്തിലുള്ള ആ അറിവിനെ, ആ വേദത്തെ വ്യാസമഹർഷി 4 പ്രകരണങ്ങളാക്കിയിട്ട് 4ആയിട്ട് വിഭജിച്ച് തൻ്റെ ശിഷ്യന്മാരിൽ കൂടി ലോകത്തില് ഭംഗിയായിട്ട് പ്രചരിപ്പിച്ചു. അങ്ങനെ വേദത്തെ വിന്യസിച്ചത് കാരണം വ്യാസന് വേദവ്യാസൻ എന്ന് പേര് ലഭിച്ചു. ഈ വേദവ്യാസ മഹർഷി വേദത്തെ തൻ്റെ ശിഷ്യഗണങ്ങളിൽ കൂടിയിട്ട് ലോകം മുഴുവൻ വേണ്ടതുപോലെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു കുഴപ്പം. ഈ വേദം
അത് പഠിക്കണമെങ്കിലും ഒരു സംസ്കാരം ആവശ്യമാണ്. അല്ലേ? വേദം എല്ലാവർക്കും പഠിക്കാം. പക്ഷേ വേദം പഠിക്കണമെങ്കിൽ അതിനൊരു സംസ്കാരം വേണം. അല്ലേ? ഇപ്പൊ സംഗീതം എല്ലാവർക്കും പഠിക്കാം. പക്ഷെ സംഗീതം പഠിക്കണമെങ്കിൽ ആദ്യം ഉള്ളില് ആ ഒരു സംസ്കാരം ഉണ്ടാവണം. നൃത്തം ആദ്യം ഉള്ളില് ആ ഒരു സംസ്കാരം ഉണ്ടാവണം. അപ്പൊ ഏതൊരു കാര്യത്തിനും, എന്തിന് ഇവിടെ വന്ന് ഭഗവാന്റെ കഥ ക്ഷമയോടെ ഇരുന്ന് കേൾക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലൊരു ശ്രദ്ധ വേണ്ടേ, ഒരു സംസ്കാരം ഉണ്ടാവണം. അല്ലാത്തവർക്ക് ഇവിടെ ഇരുന്നാൽ അയ്യോ ബോറടിക്കാൻ തുടങ്ങി, ഇരിക്കുമ്പോഴേക്കും ബോറടി തുടങ്ങും. അപ്പോ പറഞ്ഞു വരുന്നത്, ഭഗവത് കഥകൾ കേൾക്കണമെങ്കിൽ, ഭാഗവതത്തിലേക്ക് എത്തണമെങ്കിലൊക്കെ ഈ പറഞ്ഞ ഒരു സംസ്കാരം വേണം. ഇവിടെ വേദം അതെല്ലാവർക്കും അങ്ങ് ദഹിച്ചില്ല എന്നാണ്. ഒന്നാമത് ഈ വേദം അതിൻ്റെ സ്വഭാവം, സ്വതവേ വേദം പ്രഭുവിനെ പോലെയാണ്, യജമാനനെ പോലെയാണ് വേദങ്ങൾ എന്നാ പറയുക. വേദങ്ങൾ യജമാനനെ പോലെ, പുരാണങ്ങൾ സുഹൃത്തുക്കളെ പോലെ, ഇതിഹാസങ്ങൾ കാന്തകളെ പോലെ എന്നൊക്കെയാണ് സ്വഭാവം കൊണ്ട് പറയുക. അപ്പൊ വേദങ്ങളുടെ സ്വഭാവം പ്രഭുവിൻ്റെ, യജമാനന്റെ സ്വഭാവമാണ്. യജമാനന്റെ സ്വഭാവം എന്താ? ആജ്ഞാപിക്കുക, ഉപദേശിക്കുക. യജമാനൻ എന്താ ചെയ്യുക? ആജ്ഞാപിക്കും, ഉപദേശിക്കും. അല്ലേ? അപ്പൊ വേദങ്ങളുടെ സ്വഭാവം ആജ്ഞാപിക്കലും ഉപദേശിക്കലുമാണ്. നമുക്കാണെങ്കിൽ ഈ ലോകത്തെ തീരെ പിടിക്കാത്ത രണ്ട് കാര്യം എന്താ? ആജ്ഞാപിക്കലും ഉപദേശിക്കലുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വേദത്തിന്റെ ഈ ഒരു പ്രഭുത്വം കൊണ്ട് സാധാരണക്കാര് വേദങ്ങളെ വേണ്ടതുപോലെ സ്വീകരിച്ചില്ല. അപ്പോഴാണ് വ്യാസൻ ചിന്തിച്ചത്, ഒരു കാര്യം ചെയ്യാം, ഈ വേദത്തിലെ ചവർപ്പുള്ളതായ ഉപദേശങ്ങളും കയ്പുള്ളതായ ആജ്ഞകളെയും മധുരമുള്ള കഥകളിൽ പുരട്ടി ലോകത്തിന് കൊടുക്കാം എന്ന് കരുതി വ്യാസമഹർഷി തീരെ കുട്ടികൾ ചവർപ്പുള്ള മരുന്ന് കഴിക്കണില്ല എന്ന് കണ്ടാൽ അമ്മമാരെന്ത് ചെയ്യും? ഒരു കയ്യിൽ കുറച്ച് പഞ്ചസാര പിടിക്കും, മറ്റേ കയ്യിൽ മരുന്ന് സ്പൂണിൽ പിടിക്കും. മരുന്ന് കുട്ടിയുടെ വായയിലേക്ക് ഒഴിച്ച് ആ മരുന്നിന്റെ ചവർപ്പ് അറിയണതിന് മുമ്പേ പഞ്ചസാര വായയിലേക്ക് തട്ടണില്ലേ? അതുപോലെ പല 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 കഥകളിൽ കൂടിയിട്ട്, കഥയുടെ മധുരത്തിൽ പുരട്ടിയിട്ട് വ്യാസൻ ഈ വേദസാരത്തെ ലോകത്തിന് ഉപദേശിച്ചു. അതാണ് പുരാണങ്ങൾ. അങ്ങനെ പല വിധത്തിലുള്ളതായ പുരാണങ്ങൾ, ആ പുരാണങ്ങളെ രചിച്ചു വ്യാസമഹർഷി. എന്തിനു വേണ്ടിയിട്ട്? ഇതൊക്കെ വേദവ്യാസൻ ചെയ്തത് ഒരു അവാർഡ് കിട്ടാനോ എഴുത്തുകാരെന്നുള്ള തരത്തിൽ പ്രശസ്തി നേടാനോ ഒന്നുമല്ല. സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം. നമ്മളെ പോലെയുള്ള സംസാരികൾക്ക് വേണ്ടിയിട്ട്, പ്രാരബ്ധത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് കരകയറാൻ പറ്റാതിരിക്കുന്ന നമുക്ക് അറിവ് തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചത്. ആ വേദവ്യാസ മഹർഷി പുരാണങ്ങളൊക്കെ രചിച്ചു, പുരാണ പാരായണങ്ങളൊക്കെ ആരംഭിച്ചു. പക്ഷേ വ്യാസമഹർഷി അത്ഭുതപ്പെട്ടത്, ഈ പുരാണം അതിൻ്റെ മുമ്പിലേക്ക് വരുന്നതൊക്കെ വയസ്സായിട്ടുള്ള ആൾക്കാരാ. അല്ലേ? പുരാണ പാരായണത്തിന് വരുന്നതൊക്കെ തലമുടി നരച്ച് ഷഷ്ടിപൂർത്തി കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാ. അപ്പൊ വ്യാസൻ ആലോചിച്ചു, ഇതെന്താ പുതിയ തലമുറ ഈ പുരാണത്തിന് മുൻപിലേക്ക് വരാത്തത്? അപ്പോഴാണ് വ്യാസൻ ഒരു കാര്യം ഉറപ്പിച്ചത്. ഈ പുതിയ ഒരു സ്വഭാവം എന്താ അറിയോ? പുരാണം എന്ന് കേട്ടാൽ തന്നെ എല്ലാവരുടെയും മനസ്സിൽ പുരാ എന്ന് കേട്ടാൽ പഴയത്, അപ്പൊ പിന്നെ പുരാണം എന്ന് പറഞ്ഞാൽ പഴഞ്ചൻ എന്നൊരു ധാരണയുണ്ടായിരുന്ന. ശരിക്കും പുരാണം എന്നുള്ള പദത്തിന്റെ അർത്ഥം പുരാ അപി നവം ഇതി പുരാണം. പഴയതാണെങ്കിലും പുതുപുത്തനായിട്ട് ഏത് കാലത്തിനും അനുയോജ്യമായ ആശയങ്ങളും ഉപദേശങ്ങളും നിറഞ്ഞതാണ് പുരാണങ്ങൾ. അല്ലേ? അപ്പൊ പുരാണങ്ങളൊന്നും കെട്ടുകഥകൾ എന്ന് പറയാൻ പറ്റില്ല. ഇന്നും നമ്മുടെ ലോകത്ത് നടക്കുന്ന കഥകൾ തന്നെയാണ് ഈ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. രാമായണം വായിക്കേണ്ട സമയമാണല്ലോ ഇപ്പൊ രാമായണത്തിലെ ചില ചില സന്ദർഭങ്ങൾ എത്തുമ്പോൾ, രാമായണത്തിലെ ചില ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാറില്ലേ, ഇതെൻ്റെ കഥയല്ലേ, ഇതെൻ്റെ വീട്ടിലെ കഥയല്ലേ, ഇതെൻ്റെ നാട്ടിലെ കഥയല്ലേ? മഹാഭാരതത്തിലെ ചില ചില ഭാഗങ്ങൾ കാണുമ്പോൾ ഇതിന്ന് ഈ ലോകത്തിൽ നടക്കുന്ന കഥകളാണ്. അപ്പൊ നോക്കുമ്പോൾ ഈ കഥകളൊന്നും വെറും പഴങ്കഥകളല്ല. കഥകളിൽ കൂടി
വ്യാസൻ ഏത് കാലത്തേക്കും വേണ്ട ഉപദേശങ്ങളെയാണ് പുരാണങ്ങളായിട്ട് നമുക്ക് നിറച്ചു തന്നത്. പക്ഷെ പുരാണം എന്ന് കേട്ടാൽ അത് പഴഞ്ചനെന്ന് തെറ്റിദ്ധരിച്ച് കുറെ ആൾക്കാർ പുരാണത്തെ ഉപയോഗിക്കാണ്ടായി. അങ്ങനെയാണ് വ്യാസമഹർഷി തീരുമാനിച്ചത്. എന്നു മാത്രല്ല, ഈ പുരാണങ്ങളിൽ ഓരോ പുരാണത്തിലും ഓരോ തരത്തിലുള്ളതായ ശക്തികളെ ശ്രേഷ്ഠമായിട്ട് പറയും, അല്ലേ? ഇപ്പൊ ശിവപുരാണം എടുത്തു കഴിഞ്ഞാൽ അയ്യോ അവിടെ ശിവനാണ് ഏറ്റവും വലിയ ശക്തി, വിഷ്ണുവും ദേവിയും ഒക്കെ താഴെയാണ്. ദേവീ ഭാഗവതം എടുക്കുമ്പോൾ ദേവിയുടെ ശക്തികളാണ് ഈ പറഞ്ഞതായ ദശാവതാരങ്ങൾ പോലും. ഇങ്ങനെ ഓരോ പുരാണങ്ങളിൽ ഓരോ തരത്തിൽ കാണാൻ തുടങ്ങിയപ്പോൾ എന്തായി? സംശയമായി. പിന്നെ പലതരം സംശയക്കാര്, പലതരത്തിലുള്ളതായ സംശയക്കാരുണ്ട്. ഇപ്പൊ ഭാഗവതം പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. രാത്രി വായിച്ചാൽ കുഴപ്പമുണ്ടോ, സന്ധ്യക്ക് വായിച്ചാൽ കുഴപ്പമുണ്ടോ, രാത്രി 8:45 കഴിഞ്ഞിട്ട് വായിച്ചാൽ കുഴപ്പമുണ്ടോ, വലത്തെ പേജിൽ നിന്ന് തുടങ്ങണോ ഇടത്തെ പേജിൽ നിന്ന് തുടങ്ങണോ, മൂന്നാമത്തെ വരിയിൽ നിർത്തണോ, ഒരു പേജ് മാത്രം വായിച്ചാൽ പ്രശ്നമാവുമോ എന്നൊക്കെ ചോദിക്കുന്നതായ സംശയക്കാരുടെ മുൻപിൽ വേദവ്യാസ മഹർഷി മഹാഭാരതം നിർമ്മിക്കുമ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് എന്താ അറിയോ? സ്ത്രീ ശൂദ്ര ദ്വിജ ബന്ധൂനാം ത്രയീന ശ്രുതി ഗോചര. സ്ത്രീകൾക്ക് വായിക്കാം, പുരുഷന്മാർക്ക് വായിക്കാം, രാത്രി വായിക്കാം, പകല് വായിക്കാം, എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചാൽ മതി എന്നുള്ളതായ പബ്ലിസിറ്റിയോടെ വ്യാസൻ മഹാഭാരതം രചിച്ചു. പക്ഷേ മഹാഭാരതവും വേണ്ടതുപോലെ ലോകം സ്വീകരിച്ചില്ല. ഭഗവത്ഗീതയും ദിവ്യമായ ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമവും നിറഞ്ഞ പുണ്യഗ്രന്ഥമാണെങ്കിലും വേണ്ടതുപോലെ ആ മഹാഭാരതത്തെയും ലോകം സ്വീകരിച്ചില്ല എന്ന് കണ്ടതും ശമ്യാപ്രാസം എന്ന തൻ്റെ ആശ്രമത്തില് വേദവ്യാസൻ വളരെ വളരെ ദുഃഖിച്ച് അങ്ങനെ ഇരിക്കുന്നു. കാരണം സജ്ജനങ്ങളുടെ ദുഃഖം അത് ലോകത്തെക്കുറിച്ച് ഓർത്തിട്ടാണത്രേ. മഹാത്മാക്കളായ സജ്ജനങ്ങള് അവരുടെ ദുഃഖം ഈ ലോകം എന്താ ഇങ്ങനെയായത്? ഭാഗവതത്തിൽ മുഴുവൻ നമുക്കിനി അങ്ങനെയുള്ള ഭക്തന്മാരെ കാണാം. ഭഗവാനെ ആശ്രയിക്കാനുള്ള അവസരമുണ്ടായിട്ടും, ഭഗവാന്റെ കഥ കേൾക്കാനുള്ള അവസരം ഉണ്ടായിട്ടും, ഭഗവാനെ നമസ്കരിക്കാനുള്ളതായ അവസ്ഥയുണ്ടായിട്ടും എന്താ ഇവരതൊന്നും ചെയ്യാത്തത്? എന്താ ഇവര് ഭഗവാനെ കാണാത്തത്? അല്ലേ? അപ്പോ ഇത്തരത്തിൽ വേദവ്യാസൻ ലോകത്തെക്കുറിച്ച് സങ്കടപ്പെട്ടു. താൻ ഇത്രയൊക്കെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടും എന്താ ഈ ലോകത്തിന് വേണ്ടതായ ഒരു ശ്രദ്ധ വരാത്തത് എന്ന് വ്യാസമഹർഷി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വ്യാസന്റെ മുൻപിലേക്ക് നാരദം സുരപൂജിതം, ദേവന്മാരെ പോലും പൂജിക്കുന്നതായ സാക്ഷാൽ ശ്രീ നാരദ മഹർഷി അവതരിക്കുന്നത്. നാരം പരമജ്ഞാനം ദദാതി ഇതി നാരദ. അല്ലേ? സ്വതവേ നാരദര് എന്നുള്ള കഥാപാത്രത്തെ നമ്മൾ പറയുന്നത് എന്തായിട്ടാ? നാരദരെ നമ്മൾ കണക്കാക്കിയത് ഇപ്പം എങ്ങനെയാ? അവൻ ആളൊരു നാരദര, എന്തേ അത്യാവശ്യ ഏഷണിയുടെ ബിസിനസ് ഉണ്ട്, അല്ലേ? എന്നാൽ നമ്മുടെ പുരാണങ്ങളിൽ എവിടെയും നാരദരെ അങ്ങനെയല്ല കാണുക. ഏതൊരു ജീവനെയും കൈപിടിച്ച് ധ്രുവപതമപിയാതോ യൽ കൃപാതോ ധ്രുവോയം, അല്ലേ? ജയതി ജഗധിമായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവപതമപിയാതോ യൽ കൃപാതോ ധ്രുവോയം സകലകുശലപാത്രം സകലകുശലപാത്രം സകലകുശലപാത്രം. സർവചരാചരങ്ങൾക്കും കുശലം, സന്തോഷമുണ്ടാവാൻ, ആനന്ദമുണ്ടാവാൻ, ഗുരുവായൂരപ്പനെ ആശ്രയിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് ആര്? നാരദര്. പോരാ, നമുക്ക് ഭാഗവതം, അതുപോലെ വാൽമീകി മഹർഷിക്ക് രാമായണം, ഇത് രണ്ടും ഉപദേശിച്ചത് ഈ നാരദ മഹർഷിയാണ്. അപ്പൊ കൃഷ്ണലീലയാകുന്ന ഭാഗവതവും രാമലീലയാകുന്ന രാമായണവും ഈ കലിയുഗവാസികൾക്ക് ഉപദേശിച്ചു തന്ന പരമഗുരുനാഥനാണ് ശരിക്കും ശ്രീനാരദ മഹർഷി. ആ നാരദ മഹർഷി വേദവ്യാസന്റെ മുൻപിലേക്ക് ഇതാ അവതാരം ചെയ്തു. വേദവ്യാസനോട് ചോദിക്കുകയാണ്, പാരാശര്യ മഹാഭാഗ ഭവത കച്ചിതാത്മന പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവ വാ.
പാരാശരിയ, ഹേ പരാശരപുത്ര വേദവ്യാസ, എന്താ അങ്ങയുടെ ദുഃഖം? അല്ലേ, നാരദരോട് ഇപ്പൊ ആരെങ്കിലും വേദവ്യാസന് ദുഃഖമുണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടൊന്നുമില്ല. പറയാണ്ട് എങ്ങനെയാ മനസ്സിലായത് എന്നാണെങ്കിൽ മുഖം കണ്ടപ്പോൾ മനസ്സിലായി. അല്ലേ, സ്വതവേ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് എന്ന് പറയും. നമ്മുടെ മുഖം കണ്ടാൽ മതി ടെൻഷൻ ഉണ്ടോ എന്ന് മനസ്സിലാവും. അല്ലേ, ഞാനിപ്പോ ഇവിടെ ആദ്യമായിട്ടാ, ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാളെ എനിക്ക് പരിചയമില്ല, പക്ഷേ ഒരു നോട്ടം നോക്കിയാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൽ എത്ര എണ്ണത്തിന് പ്രാരബ്ധമുണ്ട് എന്ന്. എന്തേ, ചിലരുടെ മുഖം കണ്ടാൽ തന്നെ മതി. അല്ലേ, ഇതൊക്കെ എത്ര കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്, ഇപ്പോഴും പ്രാരബ്ധത്തിൽ തന്നെ ഉള്ളത്, ഭാഗവതത്തിലേക്ക് എത്തിയിട്ടില്ല. അപ്പോ മുഖം കണ്ടാൽ മനസ്സിലാവും. ചിലരുടെ മുഖം കണ്ടാൽ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരില്ല. എന്തേ, കണ്ടവന് ടെൻഷൻ തുടങ്ങും. അപ്പോ അത്തരത്തില് മുഖത്ത് കണ്ടതായ ദുഃഖത്തെയാണ് നാരദര് ചോദിച്ചത്. എന്താ അങ്ങേക്ക് ദുഃഖം? ചോദിച്ചപ്പോ പറഞ്ഞു, നാരദ മഹർഷി, ലോകത്തിൽ എല്ലാവർക്കും നന്മയുണ്ടാവണം, ലോകത്തിൽ എല്ലാവർക്കും ഭക്തി ഉണ്ടാവണം, ധർമ്മബോധം ഉണ്ടാവണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിതാ ഈ പുരാണങ്ങളെ മുഴുവൻ രചിച്ചത്. പക്ഷേ മഹാഭാരതം വരെ നിർമ്മിച്ചിട്ടും എന്താ ഈ ലോകം വേണ്ടതുപോലെ ഈ ഗ്രന്ഥങ്ങളെ സ്വീകരിക്കാത്തത്? ഇതാണ് എൻ്റെ ദുഃഖം. ഇവിടെ വേദവ്യാസനോട് നാരദ മഹർഷി പറയണു, ഹേ വേദവ്യാസ, അങ്ങയുടെ ഗ്രന്ഥം പഠിച്ചിട്ട്, അങ്ങയുടെ ഗ്രന്ഥത്തെ ആശ്രയിച്ചിട്ട് ഈ ലോകത്തിൽ ആർക്കെങ്കിലും സമാധാനം കിട്ടണമെങ്കിൽ ആദ്യം ആർക്കതുണ്ടാവണം? അങ്ങയ്ക്കുണ്ടാവണ്ടേ? അല്ലേ, എനിക്കില്ലാത്തൊരു സമാധാനം എങ്ങനെയാ ഞാൻ വേറൊരാൾക്ക് കൊടുക്കുക? അല്ലേ, ഈയിടെ ഒരു പുസ്തകം കണ്ടു, മനസ്സമാധാനം എങ്ങനെ ഉണ്ടാക്കാം. ഒരു പുസ്തകം, അല്ലേ, മനസ്സമാധാനം എങ്ങനെ ഉണ്ടാക്കാം, ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനം എന്നുള്ള തരത്തിലൊരു എഴുതിയ പുസ്തകം. അപ്പൊ ഈ പുസ്തകം എഴുതിയ ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സമാധാനം ഉണ്ടോ? അപ്പൊ അയാൾ പറയാ, ഇത് ചെലവാവണേ ഇല്ല, അതിന്റെ ടെൻഷനാ. അപ്പോ മനസ്സമാധാനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള പുസ്തകം കൊണ്ട് മനസ്സമാധാനം ഇല്ലാണ്ടായി അയാൾക്ക്. അപ്പം എനിക്ക് ഇല്ലാത്തൊരു സാധനം എങ്ങനെയാ ഞാൻ വേറൊരാൾക്ക് കൊടുക്കുക? വേദവ്യാസ മഹർഷി, അങ്ങയുടെ ഗ്രന്ഥം പഠിച്ചിട്ട് ആശ്രയിച്ചിട്ട് ഒരാൾക്ക് സമാധാനം വേണമെങ്കിൽ ആദ്യം അങ്ങയ്ക്കതുണ്ടാവണം. അതിനെന്താ വഴി? ഇപ്പോ സകലതും അങ്ങ് പറഞ്ഞു കഴിഞ്ഞു, എന്നാൽ പറയാൻ ബാക്കിയുണ്ട്. എന്താ അത്? വാസുദേവസ്യ മഹിമ. ഭഗവാൻ വാസുദേവന്റെ മഹിമ, ഭഗവാന്റെ മധുരമധുരമായ കഥകള് അങ്ങ് വേണ്ടതുപോലെ പാടിയിട്ടില്ല. മഹാഭാരതത്തിൽ കൃഷ്ണനെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതല്ല, അതിനപ്പുറം ആ കാരുണ്യസ്വരൂപനായ ഭഗവാന്റെ ലീലകള്, അവതാര ലീലകള് അങ്ങ് എഴുതണം, ഭാഗവതം എഴുതണം. അങ്ങ് പൂർവജന്മത്തിൽ ഒരു ദാസീപുത്രനായിരുന്ന കാലത്ത് സന്യാസിവര്യന്മാരെ ശുശ്രൂഷിച്ചപ്പോ അവരെനിക്ക് തന്നതായ ഉപദേശം ഈ ഭാഗവതത്തെ, ഈ ഭഗവാന്റെ കഥകളെ ആശ്രയിക്കൂ എന്നുള്ളതായിരുന്നു. അങ്ങനെ 5 വയസ്സുകാരനായ ഞാൻ അന്ന് കേട്ടതായ ഭഗവാന്റെ കഥകളിൽ കൂടി, അന്ന് കേട്ടതായ ഭഗവാന്റെ മഹിമകളിൽ കൂടിയിട്ട് സ്വന്തം അമ്മ മരിച്ച മഹാദുഃഖത്തെ പോലും ഈശ്വര കടാക്ഷം എന്ന ഭാവത്തിൽ മറികടന്ന് ഒടുവിലിതാ ഈ ജന്മം ബ്രഹ്മപുത്രനായി തീർന്നു. കയ്യിൽ മഹതി എന്നുള്ള വീണയെടുത്ത് ശ്രുതി മീട്ടിക്കൊണ്ട് ലോകം മുഴുവൻ ഹരികഥ പാടി നടക്കാൻ, ഹരിഗാനം മൂളി നടക്കാൻ ഇന്നെനിക്ക് സാധിക്കണമെങ്കിൽ അത് ഭാഗവതം, ഭഗവാന്റെ കഥകളുടെ മഹിമയാണ്. അതുകൊണ്ട് വ്യാസ, അങ്ങൊരു കാര്യം ചെയ്യൂ, ഭാഗവതത്തെ രചിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശമ്യാപ്രാസം എന്നുള്ള ആശ്രമത്തിലിരിക്കുന്ന വേദവ്യാസ മഹർഷിക്ക് ഭഗവാൻ ആദിനാരായണൻ ശ്രീപത്മനാഭൻ ബ്രഹ്മാവിലേക്കും ബ്രഹ്മാവിൽ നിന്ന് തനിക്കും പകർന്നു കിട്ടിയ ഭാഗവതം എന്ന ആ മഹാധന്യതയെ വ്യാസമഹർഷിക്കായി ഉപദേശിക്കുന്നതും ത്വമേതൽ വിപുലീകുരു, ഇനി ഈ ഭാഗവത വിത്തിനെ അങ്ങ് വേണ്ടതുപോലെ വളർത്തി 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 ലോകത്തിന് മുഴുവൻ പ്രാരബ്ധ ചൂടിൽ നിന്നും രക്ഷ കൊടുക്കുന്ന മഹാവൃക്ഷമാക്കി മാറ്റൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നതും നാരദരെ നമസ്കരിച്ചുകൊണ്ട് വ്യാസമഹർഷി ശ്രീമദ് ഭാഗവതത്തെ രചിക്കാൻ ആരംഭിക്കുന്നതുമായ രംഗം വരെ നമുക്കിപ്പോൾ അനുസ്മരിച്ചു നിർത്താം.